കഴിഞ്ഞ മാസം ആദ്യം ATM നിന്ന് 4000 രൂപയും എടുത്ത് പോയ രാഹുൽ ഗാന്ധിയും നമ്മുടെ പ്രധാനമന്ത്രിയുടെ മാതാവുമൊക്കെ പിന്നീട് ATMന്റെ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. ആ കാശ് തീർന്നു കാണില്ല. അതുകൊണ്ട് കാശിൻ്റെ ആവശ്യം ആർക്കുമില്ലെന്ന് പ്രധാനമന്ത്രി കരുതരുത്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നതോടെ നാട്ടുകാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസാകുമെന്ന് സത്യമായിട്ടും ജനങ്ങൾ ഓർത്തില്ല. വഴിതെറ്റിയ കേരളത്തിന് BJP കാട്ടിയ വഴി ഒരു പെരുവഴിയായിപ്പോയി. ATMലും ബാങ്കിലും പോയി ക്യൂവിൽ നിൽക്കുന്നവരുടെ രോദനം മോദി ഫാൻസ് ഇനിയെങ്കിലും കേൾക്കണം, പ്ലീസ്. പതിവ് വിദേശയാത്രകളുടെ ഭാഗമായി ജപ്പാനിലേക്ക് വണ്ടി കയറും മുമ്പ് കള്ളപ്പണക്കാർക്ക് വൻ തിരിച്ചടി നൽകുമെന്ന് ഉറപ്പിച്ച് അങ്ങ് നടത്തിയ പ്രഖ്യാപനമായിരുന്നു ഇത്. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. वर्तमान में जारी 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे. ഓ മൈ ഗോഡ്, ഒരിടത്തും രക്ഷയില്ല. നമ്മുടെ എല്ലാ നീക്കങ്ങളും വാച്ച് ചെയ്യപ്പെടുകയാണ്. രാജ്യത്ത് 500 രൂപയുടെയും 1000 രൂപയുടെയും വിനിമയം മരവിപ്പിച്ചു. തീരുമാനം ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ATMനും നിയന്ത്രണം. ATMിൽ നിന്നും 11-ാം തീയതി വരെ പിൻവലിക്കാവുന്നത് 2000 രൂപ മാത്രം. ഇനി ഈ ഭരണപരിഷ്കാരം കൊണ്ട് എന്ത് നേടിയെന്നുകൂടി അറിയണ്ടേ? പ്രതിപക്ഷം ഉറപ്പിച്ചു പറയുന്നു. The Prime Minister of India, for the first time in Indian history, attacked the people of India. ഇത് രണ്ടും രാഷ്ട്രീയ ആയുധങ്ങളാകാം. രാജ്യസഭയിലും ലോക്സഭയിലും പരസ്പരം ഏറ്റുമുട്ടാനുള്ള ആയുധങ്ങൾ. Prime Minister took this so-called bold decision. But bold decisions can also be foolish decisions. And this was a foolish decision. ഇവനെ സൂക്ഷിക്കണം. അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. The ordinary people who have suffered as a result of this imposition on the country overnight by the Prime Minister. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നീ ഊമയാണ് സാബ്. അമ്മച്ചിയാണ് ഇവന് ഊമയാണ്. ഇവൻ ബദറിനാണ്, മൂങ്ങനാണ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവൻ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യുന്ന സാബ്. പണ്ടൊക്കെ ഇത്തരം മുന്നൊരുക്കമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നവർ തുഗ്ലക് ഭരണപരിഷ്കാരികളെന്ന് അറിയപ്പെട്ടിരുന്നു. അത്തരമൊരു പുരസ്കാരം അധ്വാനിച്ച പണം കിട്ടാതെ ബാങ്കിന് മുന്നിലും ATMിലും അലഞ്ഞു നടക്കുന്ന ജനങ്ങൾ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിഞ്ഞു നൽകിയാൽ ആർക്കും കുറ്റം പറയാൻ കഴിയില്ല. കാരണം 85% നോട്ടുകൾ പിൻവലിച്ച് വെറും 30% നോട്ടുകൾ മാത്രം തിരികെ നൽകിയ ഒരു സംവിധാനം ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയുടേതല്ല, മറിച്ച് ജനങ്ങളെ ദ്രോഹിക്കുകയെന്ന കുത്തക മുതലാളിത്ത ചിന്തയിലെ ചൂടുവെപ്പ് മാത്രമാണ്. വലിയ തോതിലുള്ള ജനാധിപത്യ മര്യാദ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് ഈ നടപടിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരായ ഒരു മിന്നലാക്രമണമാണ് നവംബർ 8-ാം തീയതി രാത്രി നടത്തിയതെന്നുള്ളതാണ് വസ്തുത. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം, ജനനം തൊട്ടു തുടങ്ങും നാടകമടിമുടി നാട്യക്കാർ ഉയർന്നു ഉണർന്നു ഉയർന്നു ഉണർന്നു തുടങ്ങി നരനടനം മനമുരളി ഗാനം മതിലലിയും രാഗം. സാധാരണക്കാരായ നികുതിദായകരായ ഭൂരിപക്ഷം ജനങ്ങളും നിത്യവൃത്തിക്ക് വകയില്ലാതെ അലയുമ്പോൾ വിപ്ലവകരമായി പുറത്തിറക്കിയ 2000 രൂപയുടെ നോട്ടുമായി കള്ളപ്പണക്കാർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് പിടിയിലാകുന്ന കാഴ്ച. ആഴ്ചയിൽ ഇത്ര തുക മാത്രം ചെലവഴിച്ചാൽ മതിയെന്ന് നിബന്ധന വെക്കുന്നതിലൂടെ ദുരിതത്തിലാകുന്നത് ആരാണ്?
ഇതുവരെ പിടിയിലായ കള്ളപ്പണക്കാർ എല്ലാവരും പുതിയ 2000 രൂപയുടെ നോട്ടും വെളുപ്പിച്ചവരാണ്. റിസർവ് ബാങ്കിലെ തന്നെ ഉദ്യോഗസ്ഥരും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിന്നു എന്നുകൂടി ഭരണ നേതൃത്വം തിരിച്ചറിയുക. കഴിഞ്ഞില്ല. പ്രധാനമന്ത്രിയുടെ കള്ളപ്പണവേട്ടയ്ക്ക് യുഹയായി മുന്നിൽ നിന്ന പല BJP നേതാക്കളും കള്ളപ്പണവുമായി പിടിയിലായിരിക്കുന്നു. നോട്ടുമാറ്റൽ നാടകം കളിക്കാതെ തന്നെ ഇത്തരം റെയ്ഡുകൾ കേന്ദ്ര സർക്കാരിന് നടത്താമായിരുന്നില്ലേ? റദ്ദാക്കിയ നോട്ടുകൾ ഭൂരിപക്ഷവും ബാങ്കിലേക്ക് തന്നെ തിരികെ എത്തുമ്പോഴും ആരാണ് പരാജയപ്പെടുന്നത്? എവിടെയാണ് കള്ളപ്പണം എന്നറിയാൻ നോട്ടുകളെല്ലാം തന്നെ നിരോധിക്കണമെന്ന ഭസ്മാസുര ബുദ്ധി കൂടി ഇനി പ്രധാനമന്ത്രിക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഉദ്ദേശശുദ്ധിയുടെ മഹത്വം പറഞ്ഞിരുന്നാൽ സാധാരണക്കാരന്റെ വീട്ടിൽ അടുപ്പ് പുകയില്ല. കോമരങ്ങൾ കൊടിയുണ്ടേ, പഞ്ചവാദ്യപ്പുവിലുണ്ടേ, സതിരുണ്ടേ, സംഗീത ശിരോമണി തങ്കവേലുവയ്യങ്കാർ, തില്ലാന മോഹനാമ്പാൾ, ഒരു പൊയ്ക്കാൽ കുതിരമേൽ തനിച്ചിരുന്നുറങ്ങുന്ന വെങ്കിടേശ. കൈനീട്ടം വൈകിട്ടായ കുഴപ്പമുണ്ടോ? ഗവൺമെന്റ് പറഞ്ഞ മാനദണ്ഡം അനുസരിച്ച് ചുരുങ്ങി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. 500 രൂപ നോട്ട് വെച്ചിട്ട് 5 ദിവസം ചെലവഴിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഈ ക്രൈസിസ് മാറി നല്ലൊരു ഭാരതം ഉണ്ടാവട്ടെ എന്നുള്ള ഒരൊറ്റ ധാരണയ്ക്ക് വേണ്ടി, നല്ലൊരു ഭാരതത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട് എന്ത് നന്മയ്ക്കും വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ATM ഉപയോഗിക്കുന്ന ആൾക്ക് ATM-ൽ പൈസയില്ല, എൻ്റെ കയ്യിൽ കാശില്ല, മൊത്തം പൈസ ഞാൻ ബാങ്കിൽ കൊണ്ടിട്ടിട്ട് അവർ ബാങ്ക് ഫ്രീസ് ചെയ്തിരിക്കുക. ഞാൻ പറയുന്ന എന്നെ തുടരുത്, നീ ഇമോഷണൽ ആവരുത്. ആവും. നീയോ പ്രാന്തിയും കൂടി ഇത്രയും നാൾ തിന്ന് മുടിച്ചത് എന്റെ കാശ്. നീയും അവളും കൂടി ഇത്രയും നാൾ ഉടുത്തൊരുക്കി ചിങ്കരിച്ച് നടന്നത് എന്റെ കാശ്. അവസാനം നീ കാണിച്ച് തെണ്ടി തരത്തിന് ഓടിച്ചത് എന്റെ കൈ, എന്റെ മൂക്ക്, എന്റെ തല. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. 500ന്റെ നല്ല ഭംഗിയുള്ള നോട്ടായി, രണ്ടുപോലെ രാഹുൽ ഗാന്ധിയുടെ സുന്ദരമായ മുഖം പോലത്തെ നോട്ടായി. അത് മാറ്റിയിട്ട് ഈ കൂറ മുഖമുള്ള 500ന്റെ ഒരു നോട്ടാണ് മോഡിയുടെ മുഖം പോലെയാണ്. ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. പുള്ളി ആദ്യം പറഞ്ഞു 24 മണിക്കൂറാണ് ശരിയാക്കുന്നു. അത് കഴിഞ്ഞപ്പോ പുള്ളിയുടെ സ്വഭാവം മാറി 50 ദിവസം. 50 ദിവസം 6 മാസം ഇങ്ങനെ സൂര്യനെ തപസ് ചെയ്താലും ഇങ്ങൾക്ക് ഒരു ചുക്കും ഇനി ഈ സമൂഹത്തിൽ ചെയ്യാൻ പറ്റുകയില്ല. അരാജകത്വത്തിലേക്ക് രാജ്യത്തെ നയിച്ചിരിക്കുകയാണ്. ഇപ്പൊ പുള്ളി പറയുന്ന കറൻസി രഹിതമായ സമൂഹം എങ്ങനെ പറയാതിരിക്കും പറ. അതെ, കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇതുവരെ ദൃശ്യമാകുന്നത് അങ്ങയുടെ ഭരണപരിഷ്കാരം ഒരു പരാജയമാണ്. കള്ളപ്പണക്കാരുടെ ഭാണ്ഡം കണ്ടെത്താനുമായില്ല, പാവങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ വീഴുകയും ചെയ്തിരിക്കുന്നു. இதை பார்த்து அறிந்து நடக்காதவன் மனிதனில்லே, பிழைக்கும் மனிதனில்லே.